ഞാൻ സക്രിയനെ പരിചയപ്പെടുന്നത് +1 പഠിക്കുമ്പോഴാണ്. ഞങ്ങൾ ഒരുമിച്ച് SNSൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മച്ചാൻ എങ്ങനെ വെച്ചാൽ ഭയങ്കര ഇമോഷണലാണ്, സെൻസിറ്റീവാണ്, ഭയങ്കര ജെന്യൂനായ വ്യക്തിയായിരുന്നു. ഞങ്ങൾ 2 വർഷം കൊണ്ട് നല്ല സുഹൃത്തുക്കളായിട്ട് മാറി. അതിനുശേഷം ഇവൻ എഞ്ചിനീയറിംഗിന് പഠിച്ചത് മാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മച്ചാൻ നാട്ടിലേക്ക് വരുന്ന ചിലപ്പോൾ കുറച്ച് ദിവസം ലീവിനായിരിക്കും. പക്ഷെ ആ ലീവിന് വരുമ്പോൾ ഓൾമോസ്റ്റ് അവൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും പോയിട്ട് കാണും, ഇൻക്ലൂഡിങ് മീ. എൻ്റെ വീട്ടിലേക്ക് വരും, കുറച്ച് നേരം എൻ്റെ കൂടെ ഒന്ന് സംസാരിക്കും. എനിക്ക് എൻ്റെ കാര്യങ്ങൾ അവനോട് ഓപ്പൺ അപ്പ് ചെയ്യുക, എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യുക. മച്ചാൻ ഭയങ്കര ഇമോഷണലി നമുക്ക് സപ്പോർട്ടൊക്കെ തരും. അപ്പം ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ടായിരുന്നു, അവന് ആകെ കിട്ടുന്ന കുറച്ച് ദിവസം ലീവായിരിക്കും. അവന് ചിലപ്പോൾ പഠിക്കാനുണ്ടായിരിക്കും, പ്രൊജക്ട്സ് ഉണ്ടായിരിക്കും, അസൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അവൻ്റെ റിലേറ്റീവ്സിനെ പോയി കാണേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തിനാണ് അവൻ എല്ലാ ഫ്രണ്ട്സിനെയും പോയിട്ട് കാണുന്നത്, എങ്ങനെയാണ് അവൻ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്? അതവൻ്റെ ഭയങ്കര ക്വാളിറ്റിയാണ്. അവനെടുക്കുന്ന എഫേർട്ട് അങ്ങനെയാണ്. അവ ആരും വേദനിപ്പിക്കാറില്ല. പിന്നെ അവനോട് ഒരു ശതമാനം പോലും വെറുപ്പോ ദേഷ്യമോ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. ഹേറ്റേഴ്സില്ലാത്ത മനുഷ്യനായിരുന്നു അവൻ. അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2011 ഒരു ആക്സിഡൻറ്റിൽ സക്കറിയ മരണപ്പെടുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നു. അവനെ അറിയുന്ന അല്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളൊന്നായിരുന്നു അവൻ്റെ മരണം. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആർക്കും അവനെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതായിരുന്നു അവനുണ്ടാക്കിയ ഇമ്പാക്റ്റ്. എൻ്റെ പല ഫ്രണ്ട്സും എന്നോട് എടാ ബിസി ആയതുകൊണ്ടാട്ടോ വിളിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവനെ ഓർമ്മ വരും. കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ അവനും 24 hours ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവൻ എല്ലാവർക്കും വേണ്ടി എഫേർട്ട് എടുത്തിരുന്നു. സോ അവൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച, അല്ലെങ്കിൽ അവൻ എനിക്ക് പഠിപ്പിച്ചു തന്നൊരു പാഠം ഉണ്ടായിരുന്നു. ഇഫ് someone truly matters to you, you don't find time for them, you make time. നിങ്ങളൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുകയല്ലേ ചെയ്യുന്നത്, സമയം ഉണ്ടാക്കുക ചെയ്യണത്. ശരിയല്ലേ?